ഞാനപ്പോ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച അവസരത്തിൽ ഞാനെന്ന് പറഞ്ഞു, ഇതാ നിങ്ങളിൽ ശിർക്കിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അബദ്ധമാണ്, തെറ്റാണ്. സഹോദരങ്ങളെ, നിങ്ങളതിൽ നിന്ന് മാറണം എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന നിലക്ക് മടവൂർ ശൈഖിനെ വിളിച്ചുകൊണ്ട് ഇവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സാമ്പിളുകൾ ഗാനരൂപത്തിൽ നമ്മളിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോ പേരോട് അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയാം എനിക്ക്? കേട്ടോളൂ. എന്താ പേരോട് അതിന് പറഞ്ഞത്? മടവൂർ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പേരോട് പറയാണ്. എന്താ പറഞ്ഞത്? ശ്രദ്ധിച്ചോളൂ. ഞാൻ രോഗം സുഖപ്പെടുത്താൻ അല്ലാഹുവിനല്ലേ കഴിയൂ. അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു വലിയനോടോ ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ? അപ്പൊ അതിന്റെ മാനെന്താണ്? മടവൂർ ശൈഖ് എന്റെ രോഗം മാറാൻ ദ്വാരക്കണേ എന്നല്ലേ? സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നത്, എന്റെ രോഗം ഒന്ന് മാറ്റി തന്നെ ഡോക്ടറെ, കാഫറാവോ? അള്ളയാണ് സുഖപ്പെടുത്തുന്നെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേന്നാണ്. മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേന്നാണ്. വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത്? വാചകത്തിന്റെ അർത്ഥം എന്തേ മനസ്സിലാക്കാതെ പോയി? എന്ത്? എന്റെ മറവുകളെല്ലാം നീക്കി ശിഫ തരുവീരേ, എന്റെ രോഗം സുഖപ്പെടുത്തണേന്ന് മടവൂർ ശൈഖിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏതുപോലെയാണ്? നാലാപുരത്തെ അങ്ങാടിയിൽ പോയിട്ട് ഡോക്ടർ എന്ന ബോർഡ് വെച്ചിട്ടിരിക്കുന്ന ഡോക്ടറോട് പോയിട്ട് എനിക്ക് നിങ്ങളൊന്ന് എന്റെ പനിയൊന്ന് സുഖപ്പെടുത്തി തരണം എന്ന് പറയും പോലെയാണ്. എങ്ങനെയുണ്ട്? ഡോക്ടറോട് പറയും പോലെയാണോ ഈ വിളിച്ചു പ്രാർത്ഥന? ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുക്കാനല്ലേ? മടവൂർ ശൈഖ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം? മടവൂർ ശൈഖ് ഇപ്പൊ വരും, സ്റ്റെറോസ്കോപ്പും വെച്ച് സിറിഞ്ചുമായിട്ട് ഇപ്പൊ ഇറങ്ങും, ഇപ്പൊ എനിക്കൊരു ഇഞ്ചക്ഷൻ വെച്ച് തരും, മരുന്ന് തരും എന്ന് വിചാരിച്ചിട്ടാ ആണോ? മടവൂർ ശൈഖ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടു, അറ്റമില്ലാത്ത കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അള്ളാഹു അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ സഹായിക്കും നേരിട്ടേന്നാ. ഇപ്പന്റെ വാദം പോയോ പേരോടെ? ഇപ്പൊ പറയണെന്താ അറിയോ? മടവൂർ ശൈഖ് എന്ന് വിളിച്ചാല് അതിന്റെ അർത്ഥം എന്താ? മടവൂർ ശൈഖിനോട് രോഗം സുഖപ്പെടുത്താൻ പറഞ്ഞാല് രോഗം സുഖപ്പെടുത്തി തരണേന്നല്ല. പിന്നെന്താ? എന്റെ രോഗം സുഖപ്പെടുത്താൻ നിങ്ങളൊന്ന് അള്ളാനോട് പ്രാർത്ഥിക്കണേനാണ്. അപ്പൊ അങ്ങനെയോ? ഇപ്പൊ അങ്ങനെയായി മാറിയോ സുഹൃത്തുക്കളെ? അങ്ങനെയായി മാറിയോ? പ്രാർത്ഥിക്കണേന്ന് മടവൂർ ശൈഖിനോട് പറഞ്ഞാലും തെറ്റല്ലേ? മടവൂർ ശൈഖേ, നിങ്ങളൊന്ന് മടവൂർ ശൈഖേ എന്ന് വിളിക്കുമ്പോൾ ഒരാളെ ഉദ്ദേശം എന്താണ്? ശരിക്കും ശ്രദ്ധിച്ചോ ഈ തെറ്റിദ്ധരിപ്പിക്കലേ? മടവൂർ ശൈഖേ എന്നെ രക്ഷിക്കണേ, എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരാൾ അതുകൊണ്ട് വിചാരിക്കണത് മടവൂർ ശൈഖ് രോഗമൊന്നും സുഖപ്പെടുത്തൂല, അള്ളാനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേന്നാ പറഞ്ഞത്. അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും ശിർക്ക്, അതും പാടില്ല. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് മാത്രമല്ലല്ലോ, നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങൾ പണ്ടൊക്കെ പറഞ്ഞത് എന്താണ്? മടവൂർ ശൈഖ് സ്വന്തം തന്നെ സുഖപ്പെടുത്തും. എങ്ങനെ സ്വന്തം? അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട്. അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് മടവൂർ ശൈഖ് രോഗം സുഖപ്പെടുത്തും എന്ന നിലയ്ക്ക്. ഇപ്പൊ അതൊക്കെ പോയി, മാറ്റമുണ്ടല്ലേ നാദാപുരം കൊണ്ട്, അല്ലേ? ഇപ്പൊ പോയിട്ട് എന്താ പറയുന്നത് അറിയോ? അവർ നേരിട്ട് സഹായിക്കുമെന്നൊന്നും അതിന് അർത്ഥമല്ല മൗലവി. പിന്നെന്താ അർത്ഥം? പ്രാർത്ഥിക്കണേന്നാണ്. മടവൂർ ശൈഖ് എനിക്ക് ശിഫ തരണേന്നെന്ന, എന്റെ രോഗം ശിഫയാകാനൊന്ന് പ്രാർത്ഥിക്കണേന്നാണ്. ആർക്കും മനസ്സിലാവൂലേ? അങ്ങനെയല്ല. മടവൂർ ശൈഖിനെ നേരിട്ടല്ല വിളിക്കുന്നത്. ഇവരുടെ ഏത് പ്രാർത്ഥനയിലും, അള്ളാഹു അല്ലാത്തവരോടുള്ള ഏത് പ്രാർത്ഥനയിലും ഇവരെന്താ പറയുന്നത്? അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക തന്നെയാണ്. അവരിൽ നിന്ന് തന്നെ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഉലമയിലുണ്ടായ മസ്അല തർക്കത്തിൽ ഖബറകം തന്നിന്നും ജവാബ് കൊടുത്തോവർ. ഉലമാക്കളിലുണ്ടായ തർക്കമുണ്ടായ നേരത്തെ അവിടെ പോയി പറഞ്ഞപ്പോ ഖബറിന് നേരിട്ട് ജവാബ് കൊടുത്തു. പ്രാർത്ഥിച്ചു എന്നൊന്നുമല്ല, എന്നിട്ട് ജവാബ് കൊടുത്തു. മസ്ജിദുൽ ഹറമിലും ഏർവാടി തന്നിലും ഒരു നാളിൽ തന്നെയാം ജുമുഅത്തിൽ ചൊന്നോവരേ. ഞാൻ നാളെ വിശദീകരിക്കുന്നുണ്ട്. രണ്ടോടത്തും ഒരു സമയത്ത് ജുമുഅക്ക്. സന്താനമില്ലാത്ത രാജന്റെ നേർച്ചയ്ക്ക് സന്താപം തീർത്ത് ശിശുവേ കൊടുത്തോവർ. കണ്ടോ? സന്താനമില്ലാത്ത ആളെ വിളിച്ചു തുയർന്നാൽ അങ്ങോട്ട് സന്താനത്തെ കൊടുക്കലാണ് ഇവരുടെ കഴിവ്. ഇപ്പൊ പറയുന്നത് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്നല്ലാതെ നേരിട്ട് സഹായിക്കണേ എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. നിങ്ങൾ നോക്കൂ, ഇവർ നേരിട്ട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചോളൂ സഹോദരന്മാരെ, ശ്രദ്ധിക്കാം. ദീർഘണേന്നൊന്നുമല്ല, നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാണ്. ആരേതാ? ഇത് അജ്മീർ മൗലിദാട്ടോ. അജ്മീർ മൗലിദിൽ കാണാം, മുഈനി കുൻ മുഈനൻ ലീ വഅൗനൻ യാ അബൽ ഫദ്ലി
دواما غير منفصلي ولي الهند يجريري وتمم لي عنايتكم وعمم لي هدايتكم وخصص لي كرامتكم ولي الهند يجريري. അബുൽ ഫദ്ലായ മുഈനുദ്ദീൻ ശൈഖേ, അവിടെ നിന്ന് എനിക്ക് നിത്യമായി ഇടമുറിയാതെ സഹായിയാകണേ. അവിടെ നിന്നുള്ള സംരക്ഷണവും സ്വർഗത്തിലേക്കുള്ള ആനയിക്കലും എനിക്ക് പൂർത്തിയാക്കി തരികയും എല്ലാ വിധേനയും അതിൽ എന്നെ ഉൾപ്പെടുത്തുകയും അവിടത്തെ ഔദാര്യം എനിക്ക് പ്രത്യേകമാക്കുകയും ചെയ്യണമേ. ഇതൊക്കെ പ്രാർത്ഥിക്കണേ എന്നറിയില്ല, നേരിട്ട് വിളിക്കാൻ, നേരിട്ടെന്നെ ചോദിക്കാൻ. ഇനിയും കേട്ടോളൂ, എത്രയെത്ര പ്രാർത്ഥനകളുണ്ട്. അൻത വാഫി അൻത കാഫി ഫീ മുഹിമ്മാതിൻ വശാഫി മിൻ മബറത്തിൻ വമാഫി നസയ്യിദ് ഇബ്രാഹിം ഗൗസി മിൻ അദാ വമിൻ സിഖാമി മിൻ അമാ വമിൻ ജുദാമി മിൻ ഹുമ്മാ വമിൻ സുമൂമി യാ സയ്യിദ് ഇബ്രാഹിം ഗൗസി. എല്ലാം അവരോട് നേരിട്ട് ചോദിക്കുകയാണ്. പ്രാർത്ഥിക്കണേ എന്നൊന്നുമല്ല. നിങ്ങൾ സുഖപ്പെടുത്തണം, നിങ്ങൾ സഹായിക്കണം, നിങ്ങൾ രക്ഷിക്കണം, നിങ്ങളാണ് എനിക്ക് മതിയായവൻ, നിങ്ങളാണ് എനിക്ക് എല്ലാത്തിനും പോന്നയാള്. അവസാനം പറയുന്നത് നോക്കൂ, അള്ളാഹിനോട് പറയും പോലെ പറയുന്നത് നോക്കൂ. അൻത ഗാഫിറുൽ ഖതായാ അൻത വാഫിറുൽ അതായാ സിബ്താ സയ്യിദിൽ ബറായാ യാ സയ്യിദ് ഇബ്രാഹിം ഗൗസി. അങ്ങയാണ് പാപം പൊറുക്കുന്ന ഗാഫിർ. പാപങ്ങളൊക്കെ പൊറുക്കുന്നവൻ അങ്ങനാണ്. അതുകൊണ്ട് പൊറുക്കണം, രക്ഷിക്കണം എന്ന്. നിങ്ങളെന്റെ പാപം പൊറുക്കാൻ അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യണമെന്നല്ല, എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളാഹിനോടൊന്ന് ദുആ ചെയ്യണമെന്നല്ല. അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിന് മാത്രമാണ് ആ പേരോട് പറഞ്ഞത്. നേരിട്ട് തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത്. എന്തേ നേരിട്ട് തന്നെയാണ് ചോദിക്കുന്നത് എന്ന് പറയാൻ ഇപ്പൊ ധൈര്യക്കുറവുണ്ടോ? നിങ്ങൾക്ക് ഇത്തിരി ജാള്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു